ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന സ്റ്റാൻഡേർഡ് 5 മാത്തമാറ്റിക്സ് ആണല്ലോ. അതിൽ 10th ചാപ്റ്ററായ റെക്റ്റാങ്കിൾ മാത്ത് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് റെക്റ്റാങ്കിൾ മാത്തിൽ പറയുന്നത് നോക്കാം. സ്ക്വയേഴ്സ് ആൻഡ് റെക്റ്റാങ്കിൾസ് ആണ് കേട്ടോ. അപ്പോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ ചെറിയ അതായത് എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ളതാണ് എന്ത് സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാലോ ഇത് നോക്കൂ, ഇവിടെ ഇത് ഈ സൈഡ് എത്ര ഉണ്ട്, 1 2 3 ആണ് അല്ലേ. ഈ സൈഡ് മോൾക്കോ 1 2 3, ഇത് സ്ക്വയർ ആണ് അല്ലേ. ഇനി ഇത് നോക്കിയാൽ ഇവിടെ 1 ഉള്ളത് അല്ലേ, ഇങ്ങോട്ടേക്കാണെങ്കിലോ 1 ഉള്ളത് അല്ല. അപ്പോൾ ഇത് റെക്റ്റാങ്കിൾ ആയിട്ട് ഇതാക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇവിടെ കുറച്ച് കുട്ടികൾ എന്താണ് റെക്റ്റാങ്കിൾ ഉണ്ടാക്കി, ചെറിയ സ്ക്വയേഴ്സിനോട് സ്മോൾ സ്ക്വയേഴ്സിനോട് കുറച്ച് റെക്റ്റാങ്കിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് ഇതിനോട് എത്ര ഉണ്ടാക്കിയത്, എത്ര സ്ക്വയേഴ്സാണ് ഈ റെക്റ്റാങ്കിൾ ഉണ്ടാക്കി, 1 2 3 4 5 6 അല്ലേ. 6 സ്ക്വയേഴ്സിനോട് റെക്റ്റാങ്കിൾ ഇവിടെ ഉണ്ടാക്കി അല്ലേ. ഇനി ഈ കുട്ടിയോ 1 2 3 അല്ലേ, 3 ഈ ഭാഗവും പിന്നെ മുകളിൽ 2 അല്ലേ. അപ്പോൾ 6 എന്ത്, ഈ 6 സ്ക്വയേഴ്സിനോടാണ് എന്ത് ഈ കുട്ടി റെക്റ്റാങ്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ എണ്ണയൊക്കെ ഈ കുട്ടി എത്ര സ്ക്വയേഴ്സിനോടാണ് റെക്റ്റാങ്കിൾ ഉണ്ടാക്കിയത്, ഈ കുട്ടി എത്ര സ്ക്വയേഴ്സിനോട് റെക്റ്റാങ്കിൾ ഉണ്ടാക്കിയതെന്ന് നോക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് എന്താണ്, ഇവിടെ നോക്ക്, ഇവിടെ 1 2 3 അല്ലേ. ഈ ചെറിയ ഭാഗം എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ കേട്ടോ. ഇത് ഈ ഭാഗം 1 സെൻറ്റിമീറ്റർ. അപ്പോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഓൾ സൈഡ്സ് ആർ ഈക്വൽ അല്ലേ. അപ്പോൾ ഇത് 1ഉം ഇത് 1ഉം, ഈ പച്ചൻ്റെ ഈ ഭാഗം മാത്രമായിട്ട് പറയുന്നത് ഇത് 1ഉം ഇത് 1ഉം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്, 1 2 3 ഉണ്ട് അല്ലേ. താഴെ 3, അപ്പോൾ ഇതിൽ 3 സെൻറ്റിമീറ്റർ പറയാം. മോൾക്കോ 1 2 സെൻറ്റിമീറ്റർ എന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ നോക്കിയാൽ ഇതിൻ്റെ ഫൈൻഡ് ദ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ഓൾ റെക്റ്റാങ്കിൾസ് ലൈക്ക് ദീസ്. ഈ റെക്റ്റാങ്കിളിൻ്റെ ഒക്കെ വിഡ്ത്തും ഹൈറ്റും കണ്ടുപിടിക്കാൻ അറിയാം. വിഡ്ത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, എത്ര ഉണ്ട് നോക്കുക, 1 2 3 4 5 6 അല്ലേ. അപ്പോൾ ഇവിടെ എന്താ കൊടുക്കേണ്ടത്, ഇവിടെ 6 എന്ന് കൊടുക്കുക. ഇവിടെ 6. ഓക്കെ, ഹൈറ്റോ 1. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ 1 2 3 അല്ലേ. അപ്പോൾ വിഡ്ത്ത് 3, ഹൈറ്റോ 1 2 2 അല്ലേ. ഇനി ഇവിടെയോ 1 2 3 അല്ലേ. വിഡ്ത്ത് ഇവിടെ 3 ആണ്, ഇനിയോ ഹൈറ്റോ അതും 3 ആണ് അല്ലേ. ഓക്കെ, 3. ദെൻ അടുത്ത ഇവിടെ നോക്കിയേ, ഇവിടെ വിഡ്ത്ത് എത്രയാണ്, 1 2 3 4 5 6 7 8 9 ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടുത്തെ വിഡ്ത്ത് 9 ആണ്, ഹൈറ്റോ 1. ഓക്കെ, ദെൻ അടുത്തോ, ഇനി ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണ് നോക്കിയേ, 1 2 3 4 അല്ലേ. അപ്പോൾ ഇവിടുത്തെ വിഡ്ത്ത് 4 ആണ്, ഹൈറ്റോ 1 2 3 അല്ലേ, 3. ഓക്കെ, അപ്പോൾ ഹൈറ്റ് 3. ഇനി ഇവിടുത്തെ വിഡ്ത്തോ 1, താഴെയുള്ളതാണ് വിഡ്ത്ത് വരുന്നത് കേട്ടോ. 1 2 3 4 5 6 അല്ലേ. 6 ആണ് ഇവിടെ വിഡ്ത്ത്, ഹൈറ്റോ 1 2 അല്ലേ. ഇവിടെ 2 ആണ് ഹൈറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതോ 1 2 3 4 5 6 7 8 9 10 11 12 ആണ് എന്ത് വരുന്നത്, ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്, ഹൈറ്റോ 1. ഓക്കെ, ഇനി നോക്കൂ ഇവിടെ വരുന്നത് മെഷറിംഗ് ബൗണ്ടറീസ് ആണ് കേട്ടോ. ഇനി ചിൽഡ്രൻ പ്രൊപ്പോസ്ഡ് കളർ ത്രെഡ്സ് അലോങ് ദ എഡ്ജസ് ഓഫ് ഈച്ച് റെക്ടാങ്കിൾ ദേ ഹാവ് മെയ്ഡ്. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ ത്രെഡ് റിക്വയർഡ് ടു പേസ്റ്റ് അറൌണ്ട് ദ ഫസ്റ്റ് റെക്ടാങ്കിൾ. ഈ റെക്ടാങ്കിളിൽ എത്ര ത്രെഡ് ആവശ്യമുണ്ട്, എത്ര സെൻറ്റിമീറ്റർ ത്രെഡ് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഈ ചുറ്റിലും ഇതാക്കുക അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ടേക്ക് വേണം, ഇങ്ങോട്ട് വേണം, ഇങ്ങോട്ട് വേണം അല്ലേ. അതിനാണ് നമ്മൾ പറയുന്നത് പെരിമീറ്റർ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇവിടെ ഇതേ അളവ് തന്നെയല്ലേ മുകളിൽ വരിക. ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ എന്താണ്, ഇവിടെ 6 ആയിരിക്കും അല്ലേ. ഇത് 6 ആയിരിക്കും. ഇത് 6 ആണെങ്കിൽ ഇതും 6 ആയിരിക്കും അല്ലേ. ആണ് അല്ലേ, സെയിം എന്നല്ലേ. ഇവിടെ വരെ 6 അല്ലേ, ഇതും 6. ഇനി ഇത് 1 ആയതുകൊണ്ട് എന്താ, ഇതും 1 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ 6 + 1 + 6 + 1 അല്ലേ. അപ്പോൾ എന്താണ് 6 + 6 12 13 14 സെൻറ്റിമീറ്റർ എന്താണ് ത്രെഡ് എന്താണ് ആവശ്യമാണ് അല്ലേ. അതാണ് 14 സെൻറ്റിമീറ്റർ ത്രെഡാണ് ആവശ്യം അല്ലേ. ഇനി ഇവിടെ നോക്കി, അപ്പോൾ അതിനാണ് പെരിമീറ്റർ അല്ലേ, ചുറ്റളവ്, ചുറ്റുമുള്ള ഈ അളവിനാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ വിഡ്ത്ത് 6 തന്നിട്ടുണ്ട്, എന്താ ഹൈറ്റ് 1 തന്നിട്ടുണ്ടെങ്കിൽ പെരിമീറ്റർ എത്രയാണ്, ഈ 6 ഒന്നും കൂട്ടിയാൽ മതിയോ, അല്ല അതിൻ്റെ ഡബിൾ ആക്കണം അല്ലേ. ഈ 6ഉം 1ഉം പിന്നെ 1 കൂടി 6ഉം 1ഉം കൂട്ടണം അല്ലേ. ഇവിടെ 6 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, പിന്നെ ഇവിടെ ഒരു 6 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പോൾ മൊത്തം ഇതാക്കണ്ടേ, മൊത്തം പ്ലസ് ചെയ്യണം അല്ലേ. അപ്പോൾ 6 + 6 + 1 + 1 കൊടുക്കണ്ടേ, അപ്പോൾ 14. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ 3ഉം 2ഉം ആണല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡബിൾ കൊടുക്കുക. 3 + 2 എത്രയാ, 5. 5 × 2 എത്രയാ, 10 അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താക്കുക, അവിടെ 10 എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എത്രയാണ് വരുന്നത്, 10 10 ആണ്.
ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കൂ, വിഡ്ത്തും ഹൈറ്റും 3 3 ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എത്ര ആയിരിക്കും? 3 + 3 6 അല്ലേ. 6 × 2 എത്രയാണ്? 12 കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ മതി. ഇവിടെ 3 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെയും 3 ആണ്, ഇവിടെയും 3 ആണ്. അപ്പോൾ 3 + 3 + 3 + 3 എത്ര? 12. ഇനി ഇവിടെ 9 ആണ് എന്താണ് വിഡ്ത്ത്, ഹൈറ്റ് 1 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 9 ആണെങ്കിൽ ഇവിടെ 9 ആയിരിക്കും, ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 1 ആയിരിക്കും അല്ലേ. അപ്പോൾ 9 + 9 എത്ര? 18. 18 + 2 എത്രയാണ്? 1 ഉം 1 കൂടി കൂട്ടിയാൽ 2 അല്ലേ. അപ്പോൾ 20 അല്ലേ. അല്ലെങ്കിൽ 9 + 1 10, 10 × 2 20 അങ്ങനെയും കൊടുക്കുക കേട്ടോ. രണ്ടിനോട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ വിഡ്ത്തും അതുപോലെ ഹൈറ്റും തന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടും പ്ലസ് ചെയ്തിട്ട് രണ്ടിനോട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ നമുക്ക് കിട്ടും കേട്ടോ. ദെൻ അടുത്ത് നോക്കൂ, 4ഉം 3 തന്നു അല്ലേ. നമുക്ക് 2 മെത്തേഡിൽ ചെയ്യാന്ന് പറഞ്ഞല്ലേ. എന്താക്കുക, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക ആദ്യം. 4 + 3 7, 7 × 2 14. അല്ലെങ്കിലോ നമുക്ക് ചെയ്യാൻ എങ്ങനെയാ? ഇവിടെ 4 ആണ്, ഇവിടെയും 4, ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3. അപ്പോൾ 4 + 3 + 4 + 3 എത്രയാ? 4 + 4 8, 8 + 3 8, 9 10 11, 11 + 3 14. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. ഇനി ഇവിടുത്തെ വിഡ്ത്ത് 6 തന്നിട്ടുണ്ട്, ഹൈറ്റ് 2 ആണല്ലേ. അപ്പോൾ പെരിമീറ്റർ എത്രയായിരിക്കും? 2 മെത്തേഡ് ടീച്ചർ പറഞ്ഞതല്ലേ, 2 ഏതെങ്കിലും ഒരു മെത്തേഡ് ചെയ്തോ. 6 + 2 8, 8നോട് 2 ഇൻറ്റു ചെയ്ത് എത്രയാ? 16 അല്ലേ. ഓക്കെ, ഇനി അടുത്ത എന്താണ്? അടുത്തത് 12ഉം 1 ആണ് അല്ലേ. 12ഉം 1 ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ എത്ര വരും? 12 + 1 13, 13 × 2 എത്രയാ? 26. ഓക്കെ, 26. അല്ലെങ്കിൽ 12 + 12 24, 24 ഇവിടെ 1 25, ഇവിടെ 1 26. ഓക്കെ, ദെൻ സിമ്പിൾ അല്ലേ. പെരിമീറ്റർ കണ്ടുപിടിക്കാൻ മൊത്തമുള്ള ചുറ്റളവാണ്. അപ്പോൾ എല്ലാം കൂടി അങ്ങ് കൂട്ടിയാൽ മതി. ഇവിടെ ഉള്ളതും ഇവിടെ ഉള്ളതും ഇവിടെ ഉള്ളതും ഇവിടെ ഉള്ളതും. അല്ലെങ്കിൽ എന്താണ് ഹൈറ്റും വിഡ്ത്തും തന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കൂടി കൂട്ടിയതിന് ശേഷം രണ്ടിനോട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി മെഷറിങ് ഇൻസൈഡ്സ്, ഇനി ഉള്ളിലുള്ള മെഷറാണ് നോക്കുന്നത്. അപ്പോൾ എന്താണ് ഇത് മൊത്തം ഉള്ളിലുള്ള മെഷർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏരിയ എന്നാണ് പറയുക കേട്ടോ. എന്താണ് പറയുക? ഏരിയ. കണ്ടോ, AREA, ഏരിയ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഏരിയ കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് അറിയോ നമുക്ക്? ഇപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഇതിനെ നമ്മളെന്താണ് വിഡ്ത്ത് എന്നും ലെങ്ത്ത് എന്നും പറയും കേട്ടോ. ഇത് ബ്രെഡ്ത്ത് എന്ന് പറയും. അപ്പോൾ ഏരിയ കാണണമെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ലെങ്ത്ത് പറയുമ്പോൾ 6 ആണ്, ബ്രെഡ്ത്ത് പറയുമ്പോൾ 1 ആണ് അല്ലേ. ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് പറയുമ്പോൾ 6 × 1 6. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 6 cm². 2 cm അല്ല, ഇവിടെയും CM ആണ്, ഇവിടെയും CM ആണ്. CM × CM എന്ന് പറഞ്ഞാൽ എത്ര? 2 cm അല്ലേ. അപ്പോൾ CM² ആണ് കേട്ടോ. അപ്പോൾ 6 × 1 എത്രയാണ്? 6 × 1 6, 6 cm². ഇനി ഇതിനെ അതേപോലെ തന്നെ ഇതിൻ്റെ ഏരിയ എങ്ങനെ ആയിരിക്കും? 4 × 3 അല്ലേ. ഇതിൻ്റെ ലെങ്ത്ത് എത്രയാ? 4, ഇതിൻ്റെ ബ്രെഡ്ത്ത് എത്രയാ? 3 അല്ലേ. അപ്പോൾ 4 അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് അല്ലേ. അപ്പോൾ 4 × 3 എത്രയാ? 12, 12 cm സെൻറ്റിമീറ്റർ × സെൻറ്റിമീറ്റർ² അല്ലേ. അപ്പോൾ എന്താണ്? 12 cm² ആണ് ഈ എന്താണ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ്സ് 1 cm സെറ്റ് ടു ബി 1 square centimeter. അപ്പോൾ ഒരു സ്ക്വയർ അതായത് സ്ക്വയറിൻ്റെ സൈഡ് 1 cm ആണെങ്കിൽ, സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സൈഡ് 1 ആണെങ്കിൽ എല്ലാ സൈഡ്സും 1 ആയിരിക്കൂലേ. അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ സൈഡ് 1 ആണെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 1 square centimeter ആയിരിക്കും, cm² ആയിരിക്കും കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത് നോക്കൂ, ഇവിടെ 1ഉം 1ഉം ആണെങ്കിൽ ഏരിയ 1 cm² അല്ലേ, അല്ലെങ്കിൽ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നും പറയാം. ദെൻ ഇവിടെ എന്താണ്? ലെങ്ത്ത് 1ഉം 1ഉം 2 ആണ് അല്ലേ. ഇവിടെ 1, അപ്പോൾ 2 × 1 2 square centimeter. പിന്നെ ഇവിടെ 3 ആണ് അല്ലേ. 3 × 1 3 square centimeter. ഇവിടെ നോക്കൂ 4 ആണ് അല്ലേ. അപ്പോൾ 4 × 1 4 cm². ഇവിടെ നോക്കൂ, ഇവിടെ 1ഉം 1ഉം 2 ആണ്, ഇവിടെ 1ഉം 1ഉം 2 ആണ് അല്ലേ. അപ്പോൾ 2 × 2 4 square centimeter. അപ്പോൾ ഇതും അങ്ങോട്ട് വെച്ചാലും ഏരിയ 4 square centimeter തന്നെ. ഇനി നോക്കൂ, ഇവിടെ ഈ റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്, പെരിമീറ്ററും തന്നിട്ടുണ്ട്, ഏരിയയും ഒരു തന്നെ. ഇങ്ങനെ നോക്കിയാൽ ഇതിൻ്റെ വിഡ്ത്ത് 6 ആണ്, ഹൈറ്റ് 1 ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ എന്താണ്? പെരിമീറ്റർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എന്താക്കുക, ഇത് 2 പ്രാവശ്യം പ്ലസ് ചെയ്യുക, ഇതും 2 പ്രാവശ്യം പ്ലസ് ചെയ്തിട്ട് രണ്ടും കൂടി പ്ലസ് ചെയ്തിട്ട് ഉത്തരം കിട്ടും. അല്ലെങ്കിൽ ഇത് രണ്ടും പ്ലസ് ചെയ്തതിന് ശേഷം രണ്ടിനോട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 6 + 1 7, 7 × 2 14 പെരിമീറ്റർ അല്ലേ. ഇനി അതിൻ്റെ ഏരിയ എന്താണ്? 6 × 1 അല്ലേ, 6 square centimeter. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ക്വയർ എഴുതുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ യൂണിറ്റ് എഴുതുമ്പോൾ സ്ക്വയർ സെൻറ്റിമീറ്റർ എഴുതുക, അല്ലെങ്കിൽ CM എഴുതിയിട്ട് മുകളിൽ 2 ഇട്ടാലും മതി. ഇങ്ങനെ എഴുതുക, അങ്ങനെ എഴുതി കഴിഞ്ഞ്. ഓക്കെ, SQ പോയിന്റ് ഇട്ടിട്ട് CM ഇടുക കേട്ടോ, സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇനി അടുത്ത് നോക്കിയാൽ അതിൻ്റെ 3ഉം 2 ആണ് വിഡ്ത്തും ഹൈറ്റും തന്നിരിക്കുന്നത്. അപ്പോൾ പെരിമീറ്റർ എന്തായിരിക്കും?
3+2 ആണ് ഞാൻ പറഞ്ഞത് അല്ലേ. പെരിമീറ്റർ കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആ ഹൈറ്റും വിഡ്ത്തും പ്ലസ് ചെയ്തതിന് ശേഷം രണ്ടിനോട് മൾട്ടിപ്പിൾ ചെയ്യുക പെരിമീറ്റർ കാണാൻ. അല്ലെങ്കിൽ നിങ്ങൾ എന്താക്കുക, ഇവിടെ 3 എഴുതുക, ഇവിടെ 2 എഴുതുക, ഇവിടെ 3 എഴുതുക, ഇവിടെ 2 എഴുതുക, എന്നിട്ട് ഇതെല്ലാം കൂടി അങ്ങ് പ്ലസ് ചെയ്യുക. അപ്പോൾ 3+2+3+2 അല്ലേ. അപ്പോൾ എത്ര? 3+2 5, 5+3 8, 8+2 10 അല്ലേ. അല്ലെങ്കിൽ എന്താക്കുക, 3+2 5, 5 × 2 10. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അല്ലേ. ഓക്കെ ഓക്കെ 10. ഇനി അടുത്ത ഏരിയ ആണ് അല്ലേ. അപ്പോൾ എന്താ ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ. അപ്പോൾ എന്താ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ വിഡ്ത്ത് ഇവിടെ 3 ആണ്, ഹൈറ്റ് 2 ആണ് അല്ലേ. അപ്പോൾ 3 × 2 എത്രയാ? 6. അപ്പോൾ 6 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഇവിടെ വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ഇവിടെ എന്താണ്? വിഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്, പെരിമീറ്ററും ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ടീച്ചർ പറഞ്ഞ മാതിരി എന്താക്കുക, അത് രണ്ടും കൂടി പെരിമീറ്റർ ആണെങ്കിൽ മാറിപ്പോകരുത് കേട്ടോ. പെരിമീറ്റർ ആണെങ്കിൽ ആ വിഡ്ത്തും ഹൈറ്റും കൂടി പ്ലസ് ചെയ്തിട്ട് രണ്ടിനോട് മൾട്ടിപ്ലൈ ചെയ്യുക. ഏരിയ ആണെങ്കിൽ ആ വിഡ്ത്തും ഹൈറ്റും കൂടി അങ്ങോട്ട് ഇൻറ്റു ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ പെരിമീറ്റർ കാണാൻ 3+3 6, 6 × 2 12. ഓക്കെ, ഇനി ഏരിയ ആണെങ്കിലോ 3 × 3 9 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഏരിയ ആണെങ്കിൽ അത് രണ്ടും കൂടി അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ, ഏരിയ കാണണമെങ്കിൽ. ഇനി എന്താണ് ഇവിടെ വിഡ്ത്ത് 9 ആണ് തന്നിരിക്കുന്നത്, ഹൈറ്റ് 1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം, 9 + 1 10, 10 × 2 20. ഓക്കെ, ഈ ഏരിയ എന്താണ്? 9 × 1 ഇൻറ്റു ചെയ്യണല്ലേ. അപ്പം 9 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഓക്കെ, 9 ഇത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് പെരിമീറ്റർ കൺഫ്യൂഷൻ ആവില്ലല്ലോ. നോക്കൂ, ഇവിടെ 9 ആണ് തന്നിരിക്കുന്നത്, ഇവിടെ 1 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മുകളിലുള്ള എന്തായിരിക്കും? 9 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യാം പെരിമീറ്റർ കാണണമെങ്കിൽ അല്ലേ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റുമുള്ള ഈ അളവാണ് അല്ലേ. അപ്പോൾ 9 + 1 10, 10 + 9 19, 19 + 1 20. അതാണ് ഇവിടെ പെരിമീറ്റർ 20. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എന്താണ്, ഈ വിഡ്ത്തും ഹൈറ്റും കൂടി പ്ലസ് ചെയ്തതിന് ശേഷം രണ്ടിനോട് മൾട്ടിപ്ലൈ ചെയ്താലും മതി എന്നാണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് എന്താ നോക്കൂ, അടുത്തത് ഇതാണ് അല്ലേ. അതിൻ്റെ 4ഉം 3ഉം ആണ് അല്ലേ. ഇതിൻ്റെ പെരിമീറ്റർ എന്തായിരിക്കും? 4 + 3 എത്രയാണ്? 7 ആണ് അല്ലേ. 7 × 2 എത്രയാണ്? 14 അല്ലേ. ഓക്കെ, ഇനി അതിൻ്റെ ഏരിയ എന്താണ്? 14 സെൻറ്റിമീറ്റർ ആണ് ഇത് എന്താ പെരിമീറ്റർ. ഇനി ഏരിയ 4 × 3 12 ആണ് അല്ലേ. 12 സെൻറ്റിമീറ്റർ സ്ക്വയർ സെൻറ്റിമീറ്റർ എഴുതുക. ഓക്കെ, അടുത്തത് ഇനി എന്താണ്? ഇതിൻ്റെ പെരിമീറ്റർ 6 ആണ്, വിഡ്ത്ത് തന്നെ ഹൈറ്റ് 2 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 6 + 2 8, 8 × 2 16 ചെയ്യാം. 16 ആണ് കിട്ടുക അല്ലേ. ഇനി അതിൻ്റെ ഏരിയ എന്തായിരിക്കും? 6 × 2 12 അല്ലേ. 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് 12 ആണ് അതിൻ്റെ വിഡ്ത്ത്, ഹൈറ്റ് 1 ആണ് അല്ലേ. അപ്പോൾ 12 + 1 13, 13 × 2 26 ആണ് അതിൻ്റെ പെരിമീറ്റർ വരുന്നത്. പിന്നെ അതിൻ്റെ ഏരിയ എന്താണ്? 12 × 1 12 ആണ് കേട്ടോ. അതാണ് ഏരിയ. ഓക്കെ, അപ്പോൾ 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഏരിയ. അപ്പോൾ നിങ്ങൾ ഇതാവരുത്. എന്താണ് ഏരിയ എന്ന് പറയുന്നത്? എന്താണ് അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും കൂടി. ഇതാണ് വിഡ്ത്ത്, ഇതിനെ ലെങ്ത്ത് എന്നും പറയും കേട്ടോ. ഇത് ഹൈറ്റ്, ഇതിനെ ബ്രെഡ്ത്ത് എന്നും പറയും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി അങ്ങ് ഇൻറ്റു ചെയ്താൽ മതി എന്ത് ഏരിയ കിട്ടണമെങ്കിൽ. പെരിമീറ്റർ കിട്ടണമെങ്കിൽ എന്താണ്? ഈ വിഡ്ത്തും ഹൈറ്റും, ഇവിടെ ഉള്ള ഈ വിഡ്ത്ത് ഈ ഹൈറ്റും കൂടി പ്ലസ് ചെയ്താൽ മതി, മൊത്തം പ്ലസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ പെരിമീറ്ററും കിട്ടും. പെരിമീറ്റർ കിട്ടാൻ എന്താണ്? പ്ലസ് ചെയ്യുക. വിഡ്ത്ത് ഏരിയ കിട്ടാൻ എന്താക്കുക? ആ രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. ഓക്കെ, പിന്നെ മൊത്തം പ്ലസ് ചെയ്യണം എന്ത് പെരിമീറ്റർ കിട്ടണമെങ്കിൽ. അല്ലെങ്കിൽ എന്താക്കുക? ഈ പെരിമീറ്റർ ഈ വിഡ്ത്തും ഹൈറ്റും കൂടി പ്ലസ് ചെയ്തതിന് ശേഷം രണ്ടിനോട് മൾട്ടിപ്പിൾ ചെയ്യുക. ഓക്കെ, ദെൻ അടുത്ത എന്താ ഇവിടെ വരുന്നത് നോക്കിയേ. നമ്മൾ സെൻറ്റിമീറ്ററിനല്ലേ പറഞ്ഞിനി. ഇനി ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 1 മീറ്റർ. ഒരു സ്ക്വയറിൻ്റെ സൈഡ് 1 മീറ്റർ. സെൻറ്റിമീറ്റർ ആണെങ്കിൽ എന്താണ്? അതിൻ്റെ ഏരിയ 1 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറയാം അല്ലേ. ഇനി എന്താണ്? ഒരു സ്ക്വയറിൻ്റെ സൈഡ് 1 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഏരിയ എത്ര ആയിരിക്കും? 1 സ്ക്വയർ മീറ്റർ ആയിരിക്കും. സെൻറ്റിമീറ്റർ ആണെങ്കിൽ 1 സ്ക്വയർ സെൻറ്റിമീറ്റർ, മീറ്റർ ആണെങ്കിൽ 1 സ്ക്വയർ മീറ്റർ. ഓക്കെ, മാറിപ്പോരുത് കേട്ടോ, എന്താവരുത്. അപ്പോൾ മീറ്റർ ആണെങ്കിൽ സ്ക്വയർ മീറ്റർ എന്ന് എഴുതുക, സെൻറ്റിമീറ്റർ ആണെങ്കിൽ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റെക്റ്റാങ്കിൾ നോക്കുക. ഇതിൻ്റെ പെരിമീറ്റർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പെരിമീറ്റർ എന്താണ്? പെരിമീറ്റർ ഞാൻ പറഞ്ഞില്ലേ എന്താണ്? ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യുക, എന്നിട്ട് രണ്ടിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 5 + 3 8, 8 × 2 16 അല്ലേ. അപ്പോൾ 16
സെൻറ്റിമീറ്റർ. പെരിമീറ്ററിൻ്റെ യൂണിറ്റ് എപ്പോഴും സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്, സെൻറ്റിമീറ്റർ. ഇനി ഇവിടെ മീറ്റർ ആണ് തന്നിരിക്കുന്നത്, മീറ്റർ ആയിരിക്കും. ഏരിയ ആണെങ്കിൽ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക അല്ലേ, 5 × 3 അല്ലേ, ലെങ്ത്തും ബ്രെഡ്ത്ത്, അതായത് വിഡ്ത്തും ഹൈറ്റും കൂടി ഇൻറ്റു ചെയ്യുക. 5 × 3 15 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇവിടെ പെരിമീറ്റർ ആണ് ചോദിച്ചത്, അപ്പോൾ 16 സെൻറ്റിമീറ്റർ എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ പെരിമീറ്ററിന്റെ കേസിൽ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് ട്വൈസ് ദ സം ഓഫ് ഇറ്റ്സ് സൈഡ്. എന്താണ് റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സൈഡിന്റെ സമ്മ്, രണ്ട് സൈഡിന്റെ സമ്മ് ചെയ്തതിനു ശേഷം 2 മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ. ട്വൈസ് ദ സം ഓഫ് ഇറ്റ്സ് സൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കിയത് മെന്റലൈസ് ചെയ്യാനാണ് പറഞ്ഞത്. 6 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ആയിട്ടുള്ള റെക്ടാങ്കിൾ ആണ് അല്ലേ. അതിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും? 6 ഉം 3 ഉം എത്രയാണ്? 9. 9 × 2 എത്രയാണ്? 18 അല്ലേ. അപ്പൊ 18 cm എന്ന് എഴുതാം. ഇതായി പോയിട്ടോ, 18 എഴുതണ്ട കേട്ടോ, 18 ആണ് അത്. നെക്സ്റ്റ് 30 സെന്റിമീറ്റർ 7 സെന്റിമീറ്റർ ആണ്. അപ്പം നമുക്ക് ഇതെന്താക്കുക, ഇതിന്റെ പെരിമീറ്റർ കാണാൻ എന്താണ്, 13 + 7 20 20 × 2 40 അല്ലേ. അപ്പോൾ 14 cm എഴുതാം. ഓക്കെ, സെന്റിമീറ്റർ ഷോർട്ടാണ് ഇത് cm അല്ലേ. അതൊക്കെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. ഇനി 6 സെന്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോ, റെക്ടാങ്കിളിന്റെ സൈഡ്സ്. അങ്ങനെ ആകുമ്പോൾ 6 + 6 എത്രയാണ്? 12 12 × 2 എത്രയാണ്? 24 കേട്ടോ. അപ്പോൾ ഇത് 24 cm. മൂന്നാമത്തത് 24 cm കേട്ടോ. ഇനി അടുത്ത 25 മീറ്ററും 15 മീറ്ററും ആണ്. അപ്പോൾ 25 + 15 എത്രയാ? 25 ഉം 30 40 അല്ലേ. 40 × 2 80 മീറ്ററിലാണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ എന്താക്കണം, അതിൻ്റെ യൂണിറ്റ് മീറ്ററിൽ എഴുതണേ. അപ്പോൾ 80 മീറ്റർ, മീറ്ററിൻ്റെ ഷോർട്ട് m അല്ലെങ്കിൽ മീറ്റർ നിങ്ങൾ എഴുതുക കേട്ടോ. ഇനി 34 മീറ്റർ 60 മീറ്റർ തന്നിരിക്കുന്നത്. അപ്പോൾ എന്താക്കുക, അത് ഈ വിഡ്ത്തും ഹൈറ്റും കൂടി പ്ലസ് ചെയ്തിട്ട് 2 മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. അപ്പോൾ 34 + 16 എത്രയാണ്? 34 ഉം 40 50 അല്ലേ. 50 × 2 100. അപ്പോൾ 100 മീറ്റർ ആണ് അല്ലേ. 100 മീറ്റർ ആണ് ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ നോക്കിയേ. ഇനി നോക്കൂ, ഇതിന്റെ ഏരിയ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏരിയ എന്തായിരിക്കും? ടീച്ചർ പറഞ്ഞ ഇതിന്റെ ലെങ്ത് എന്നും പറയും, വിഡ്ത്ത് എന്നും പറയും അല്ലേ. ഹൈറ്റ് ഇത് അല്ലേ, അല്ലെങ്കിൽ ബ്രെഡ്ത്ത്. അപ്പൊ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ട ഏരിയ കിട്ടാൻ അല്ലേ. അപ്പൊ 5 × 3 എത്രയാ? 15 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് ചെയ്തു കേട്ടോ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്, 15 സ്ക്വയർ സെന്റിമീറ്റർ. ഇനി ഇതിനാണെങ്കിൽ, ഈ റെക്ടാങ്കിളിൻ്റെ ആണെങ്കിലോ, അതിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. ഇതിൻ്റെ സൈഡ് 2 ആണ് അല്ലേ. അപ്പോൾ 6 × 2 എത്രയാണ്? 12 സ്ക്വയർ സെന്റിമീറ്റർ ആണ് കേട്ടോ ഇതിൻ്റെത്. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ് അല്ലേ. അപ്പോൾ ഒരു റെക്ടാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? എന്താണ് അതിൻ്റെ സൈഡിൻ്റെ പ്രോഡക്റ്റുകളാണ് അല്ലേ. അതിൻ്റെ സൈഡുകൾ തമ്മിലുള്ള പ്രോഡക്റ്റാണ് എന്ത്? ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ എന്ന് പറയുന്നത്. അതായത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ വിത്ത് ലെങ്ത് ഓഫ് സൈഡ്സ് ആസ് ബിലോ. എന്താണ് ഈ താഴെ തന്നിരിക്കുന്ന ഈ റെക്ടാങ്കിളിൻ്റെ സൈഡുകളിൽ വെച്ചിട്ട് എന്താ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? ഓക്കെ, അപ്പോൾ എന്താണ് ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ് 6 × 3 അല്ലേ. അപ്പോൾ 18, 6 × 3 പറഞ്ഞാൽ എത്ര? 18. അപ്പോൾ 18 സ്ക്വയർ സെന്റിമീറ്റർ എഴുതുക കേട്ടോ. ഓക്കെ, അപ്പം ഏരിയ ഈസ് ഈക്വൽ ടു 18 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് എഴുതുക. ഇനി ഇതെങ്ങനെ എഴുതാം നമുക്ക്? ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ് 12 × 5 എത്രയാണ്? ഇവിടെ സ്ക്വയർ സെന്റിമീറ്റർ എഴുതണം കേട്ടോ. SQ cm അങ്ങനെ എഴുതണേ. അടുത്ത 12 × 5 എഴുതുക അല്ലെ. ഏരിയ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് 12 × 5. 12 × 5 എത്രയാണ്? 60 അല്ലേ. അപ്പോൾ 16 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് എഴുതുക. അപ്പോൾ 16 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് എഴുതണേ. SQ ആണത്, പിന്നെ CM എന്ന് എഴുതുക. അടുത്ത് നോക്കൂ, 10 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററും ആണ് അതിൻ്റെ സൈഡ്സ് തന്നിരിക്കുന്നത്. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു 10 × 10 100 അല്ലേ. അപ്പോൾ 100 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് എഴുതുക കേട്ടത്. 100 സ്ക്വയർ സെന്റിമീറ്റർ എഴുതുക. SQ ഇട്ടിട്ട് CM. ഓക്കെ, SQ ഇട്ടിട്ട് CM എന്ന് എഴുതുക. അടുത്ത എന്താണ്? 8 ഉം 5 ആണ് അല്ലേ. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു 8 മീറ്റർ × 5 മീറ്റർ അല്ലേ. അപ്പോൾ 8 × 5 എത്രയാ? 40. അപ്പോൾ 40 എന്താണ് സെന്റിമീറ്റർ ആണോ വേണ്ടത്? അല്ല, മീറ്റർ ആണ് അല്ലേ. അപ്പോൾ 40 സ്ക്വയർ മീറ്റർ എന്ന് എഴുതുക കേട്ടോ. സ്ക്വയർ മീറ്റർ.
ദെൻ നെക്സ്റ്റ് നോക്കൂ, ഇത് അടുത്തത് ഏരിയ ഈസ് ഈക്വൽ ടു 11 മീറ്ററും 7 മീറ്ററും ആണ് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ ഏരിയ ഈസ് ഈക്വൽ ടു 11 × 7 കൊടുക്കുക അല്ലേ. അപ്പോൾ 11 × 7 എത്രയാണ്? 77 ആണ് അല്ലേ. അപ്പോൾ 77 സ്ക്വയർ മീറ്റർ എഴുതുക കേട്ടോ. അപ്പോൾ എത്രയാണ്? 77 സ്ക്വയർ മീറ്റർ എഴുതണേ. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? ഡ്രോ റെക്ടാംഗിൾ ഓഫ് ഏരിയ ആൻഡ് പെരിമീറ്റർ ആസ് ബിലോ. ഈ തന്നിരിക്കുന്നതിൻ്റെ ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കാനാണ്. ഡ്രോ റെക്ടാംഗിൾസ് ഓഫ് നിങ്ങൾ ചിത്രം വരയ്ക്കണം അല്ലേ. ഏരിയ പെരിമീറ്റർ ആസ് ബിലോ. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ പെരിമീറ്ററും ഏരിയയും ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പം നിങ്ങൾ എന്താണ്? റെക്റ്റാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റെക്റ്റാങ്കിൾ വരയ്ക്കണേ നമുക്ക് അതിൻ്റെ സൈഡ്സ് അറിയണ്ടേ. അപ്പോൾ അതിൻ്റെ സൈഡ് അറിയണം ആദ്യം അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ തന്നിരിക്കുന്നത് ഏരിയ 12 തന്നില്ല, 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. പെരിമീറ്റർ 14 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെ ആകുമ്പോൾ നോക്കൂ, നമുക്കറിയാം എന്താണ്? സൈഡിൻ്റെ സൈഡ് ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് അല്ലേ, അല്ലെങ്കിൽ വിഡ്ത്തിൻ്റെ ഹൈറ്റ് ആണ് എന്ത് ഏരിയ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ്? വിഡ്ത്തിൻ്റെ ഹൈറ്റ് ഈക്വൽ ടു 12 കൊടുക്കുക. അതുപോലെ പിന്നെ ആ വിഡ്ത്തും ഹൈറ്റും കൂടി പ്ലസ് ചെയ്തിട്ട് 2 മൾട്ടിപ്ലൈ ചെയ്തിട്ടാണല്ലോ ഈ 14 കിട്ടുന്നത് അല്ലേ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിനെങ്ങനെ ചെയ്താൽ ഇതിൻ്റെ പകുതി എടുക്കാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ പകുതി ആയിരിക്കും എന്ത്? ലെങ്ത്തും അതായത് വിഡ്ത്തും ഹൈറ്റും കൂടി പ്ലസ് ചെയ്തത് ഈ പെരിമീറ്ററിൻ്റെ തന്നിരിക്കുന്ന പെരിമീറ്ററിൻ്റെ പകുതി ആയിരിക്കും അല്ലേ. അപ്പോൾ 14ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര? 14/2 ചെയ്ത് നോക്കുക. അപ്പോൾ എത്രയാണ്? 7 അല്ലേ. അപ്പോൾ ആ 2 നമ്പറും കൂടി അതായത് വിഡ്ത്തും ഹൈറ്റും കൂടി പ്ലസ് ചെയ്തതാണ് എന്ത്? 7 എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ 7 അവിടെ കിട്ടി കേട്ടോ. വിഡ്ത്തും ഹൈറ്റും പിന്നെ അപ്പോൾ പ്ലസ് ചെയ്താൽ എന്താണ്? 7ഉം അതേ നമ്പർ തന്നെ ഇൻറ്റു ചെയ്താൽ 12ഉം കിട്ടും. ഏതാ നോക്കൂ, 4ഉം 3 എടുത്ത് നോക്കൂ. 4 × 3 12 ആണ് അല്ലേ. 4 + 3 എത്രയാണ്? 7 അല്ലേ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താക്കാം? 4ഉം 3ഉം ആയിരിക്കും എന്ത്? ഈ ഇതിൻ്റെ സൈഡ്സ് അല്ലേ. അപ്പോൾ ലെങ്ത് എത്ര ആയിരിക്കും? 4. ബ്രെഡ്ത്ത് എത്രയാ? 3 അല്ലേ. ബ്രെഡ്ത്ത് 3 അല്ലേ. സെൻറ്റിമീറ്റർ എഴുതണേ. സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നോക്കൂ, അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും അല്ലേ. ലെങ്ത്ത് 4 തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് 3. അപ്പോൾ നമുക്ക് ഏരിയ നോക്ക്. 4 × 3 12 അല്ലേ. ഇനി പെരിമീറ്റർ ആണെങ്കിലോ ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്തിട്ട് 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 4 + 3 എത്രയാണ്? 7. 7 × 2 14. അപ്പോൾ ഇത് കിട്ടിയില്ലേ. അപ്പോൾ നമ്മൾ എന്താണ്? ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും 4 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് എന്താക്കുക? ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താക്കുക? നിങ്ങൾ സ്കെയിൽ എടുക്കുക, പെൻസിൽ എടുക്കുക, എന്നിട്ട് എന്താക്കുക? ഒരു 4 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കുക. ഒരു 4 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക. പിന്നെന്താണ്? 3 സെൻറ്റിമീറ്ററിൽ മേലോട്ടേക്ക് ഒരു വിഡ്ത്തിലേക്ക് വരയ്ക്കുക അല്ലേ. നിങ്ങൾ വരയ്ക്കുക കേട്ടോ. 3 സെൻറ്റിമീറ്റർ കറക്റ്റാക്കി എടുത്തിട്ട് പിന്നെ ഒരു റെക്റ്റാങ്കിൾ ആക്കുക. എന്നിട്ട് ഇവിടെ എഴുതുന്നത് ഇത് 4 സെൻറ്റിമീറ്റർ എന്നും ഇത് 4 സെൻറ്റിമീറ്റർ ആണ് എഴുതുക. ഓക്കെ, ഇത് 4 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ കേട്ടോ. അങ്ങനെ എഴുതണം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കിട്ടിയാലേ നമുക്ക്. ഓക്കെ, ഇതേപോലെ തന്നെ രണ്ടാമത്തെ നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യാം? രണ്ടാമത്തത് 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഏരിയ അല്ലേ. ഏരിയ തന്നിരിക്കുന്നത് എത്രയാണ്? ഏരിയ തന്നിരിക്കുന്നത് ഏരിയ എന്ന് പറഞ്ഞ് എഴുതി കേട്ടോ. AAREA. ഏരിയ തന്നിരിക്കുന്നത് 12 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് എഴുതുക നിങ്ങൾ. SQC എന്ന് എഴുതുക കേട്ടോ നിങ്ങൾ. പിന്നെ പെരിമീറ്റർ തന്നിരിക്കുന്നതോ? പെരിമീറ്റർ നിങ്ങൾ മുഴുവനായിട്ട് എഴുതണേ. പെരിമീറ്റർ = 16 ആണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ അറിയാം? നമുക്കൊരു ഐഡിയ വേണം കേട്ടോ. ആദ്യം പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി കൂട്ടിയതിനോട് 2 മൾട്ടിപ്പിൾ ചെയ്തതാണ് ഇത് പെരിമീറ്റർ അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം? ഇതിനെ 16നെ എന്താ 2 ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ 8 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്ര ആയിരിക്കും? ലെങ്ത്തും പ്ലസ് ബ്രെഡ്ത്ത് 8 ആയിരിക്കും. 16ൻ്റെ പകുതി പറഞ്ഞാൽ 8 അല്ലേ. 16 ÷ 2 എന്താ? 8 അല്ലേ. പിന്നെ അതുപോലെ ഈ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി ഇൻറ്റു ചെയ്തത്. ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ്? 12 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏതോ ഒരു 2 നമ്പറിനോട് പ്ലസ് ചെയ്തപ്പോൾ 8ഉം പിന്നെന്താണ്? ഇൻറ്റു ചെയ്തപ്പോൾ 12 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ഏത് നമ്പർ ആയിരിക്കും?
ഏതോ 2 നമ്പറിനോട് നമ്മൾ പ്ലസ് ചെയ്തപ്പോൾ 8ഉം ഇൻറ്റു ചെയ്തപ്പം 12ഉമാണ്. അത് ഏത് നമ്പറാണ് നോക്കൂ. ഇപ്പോൾ 5ഉം 3ഉം പ്ലസ് ചെയ്ത 8ആണ് അല്ലേ. പക്ഷെ 5 × 3 12ആണോ? അല്ല, 15ആണ്. അപ്പം അത് പറ്റൂല. ഇനി വേറെ ഏതെങ്കിലും നമ്പർ നോക്കൂ. 6ഉം 2ഉം 6 + 2 8ആണ് അല്ലേ. ഇനി 6 × 2 ചെയ്ത് നോക്കൂ. 6 × 2 12. ഓക്കെ, അപ്പം നമുക്ക് ലെങ്ത്ത് എന്താണ് 6 എടുക്കുക. ബ്രെഡ്ത്ത് എന്തെടുക്കുക? ലെങ്ത്ത് നമുക്ക് 6 സെൻറ്റിമീറ്റർ. 6 സെൻറ്റിമീറ്റർ. ഓക്കെ, ബ്രെഡ്ത്തോ? ബ്രെഡ്ത്ത് നമുക്ക് 2 സെൻറ്റിമീറ്റർ. താഴെ എഴുതിട്ടോ ടീച്ചർ. അവിടെ സ്ഥലം ലേറ്റാണ് മോൾക്ക് പോയത് കേട്ടോ. നിങ്ങൾ കൊണ്ട് മുകളിൽ എഴുതാൻ നിൽക്കരുത്. ഇത് കഴിഞ്ഞിട്ട് അടിയിലാണ് ഇത് എഴുതേണ്ടത് കേട്ടോ. ലെങ്ത്ത് = 6 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ മനസ്സിലായല്ലോ. ഏതോ 2 നമ്പറിനോട് പ്ലസ് ചെയ്തപ്പോൾ 8 കിട്ടി. അതേ നമ്പറിനോട് ഇൻറ്റു ചെയ്തപ്പോൾ 12 കിട്ടി. ആ ഏത് നമ്പർ അതിങ്ങനെ നോക്കുക. 1ഉം 7ഉം. അപ്പോൾ 1 + 7 8ആണ്. പക്ഷെ 1 × 7 12ആണോ? അല്ല, 7ആണ് അല്ലേ. അപ്പോൾ തെറ്റാണ്. അങ്ങനെ നോക്കി നോക്കുക. ഇനി 6 + 2 എങ്ങനെ കിട്ടിയേ? 6 + 2 8ആണ്. 6 × 2 എത്രയാണ്? 12. അപ്പോൾ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടിയില്ലേ. ഇനി എന്താക്കുക? നിങ്ങൾ ചിത്രം വരയ്ക്കുക കേട്ടോ. ലെങ്ത്ത് ഒരു സ്കെയിൽ എടുക്കുക, പെൻസിൽ എടുക്കുക. എന്നിട്ട് എന്താക്കുക? സ്ട്രെയിറ്റ് ലൈനായിട്ട് എന്താക്കുക? നിങ്ങൾ 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് നിങ്ങൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ 6 സെൻറ്റിമീറ്റർ എഴുതുക. പിന്നെ എന്താക്കുക? സ്കെയിൽ എടുത്ത് 2 സെൻറ്റിമീറ്ററിൽ വരയ്ക്കുക. എന്നിട്ട് 2 സെൻറ്റിമീറ്റർ എഴുതുക. പിന്നെ നിങ്ങൾ എന്താക്കുക? ഇങ്ങനെ ഒരു ട്രയാങ്കിളാക്കി വരയ്ക്കുക കേട്ടോ. റെക്റ്റാങ്കിളാക്കി വരയ്ക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് എന്താക്കുക? ഇവിടെ നിങ്ങൾ 6 സെൻറ്റിമീറ്ററിനും 2 സെൻറ്റിമീറ്ററും എഴുതുക കേട്ടോ. റെക്റ്റാങ്കിൾ വരച്ചിട്ട്. ഓക്കെ, അടുത്തത് നോക്കൂ. അടുത്ത ഏതൊക്കെയും ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് അളവ് കിട്ടിയാൽ നമുക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറ്റൂ അല്ലേ. അപ്പോൾ ഏതാ വരയ്ക്കുക? 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് എന്ത് ഏരിയ. അതേപോലെ നിങ്ങൾ എന്താക്കുക? ഏരിയ = 12 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് എഴുതുക. പിന്നെ പെരിമീറ്റർ = 26 സെൻറ്റിമീറ്റർ എന്ന് എഴുതുക. ഓക്കെ, അടുത്ത എന്താണ് എഴുതേണ്ടത്? നമുക്ക് ഈ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി കൂട്ടിയത് എന്താണ്? ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി കൂട്ടി അതിനോട് 2 ഇൻറ്റു ചെയ്തപ്പോൾ 26 പെരിമീറ്റർ കിട്ടുക അല്ലേ. അവിടെ പെരിമീറ്റർ 26 അല്ലേ. അപ്പോൾ എന്താക്കുക? 26ന്റെ പകുതി ആക്കുക. 26ന്റെ പകുതി എത്രയാണ്? 13 അല്ലേ. അപ്പം ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് = എന്താണ്? 13 എന്ന് എഴുതുക. നിങ്ങൾ 13 സെൻറ്റിമീറ്റർ എന്ന് എഴുതുക. ഓക്കെ, ഇനി എന്താണ്? ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അവിടെ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഏരിയ അല്ലേ. അവിടെ 12ഉം തന്നിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ 12 എഴുതുക. ഓക്കെ, അപ്പോൾ എന്താണ്? ഈ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി കൂട്ടിയപ്പം 13ഉം ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി ഇൻറ്റു ചെയ്തപ്പം 12ഉം കിട്ടി. ഏത് നമ്പറാണ്? ഏത് നമ്പറാണ് കണ്ടുപിടിക്കാൻ പറ്റുമോ? നമ്മൾ കണ്ടുപിടിക്കുക. സിമ്പിൾ അല്ലേ. നമ്മൾ ഓരോ നമ്പർ എടുത്ത് നോക്കുക. നമ്മൾ എന്താക്കുക? 2ഉം 6ഉം. 2 × 6 എത്രയാണ്? 12 ആണ് അല്ലേ. ഇൻറ്റു ചെയ്തപ്പോൾ 12 കിട്ടി. ഇനി 2 + 6 എത്രയാണ്? 8. പക്ഷേ 13 നമുക്ക് കിട്ടേണ്ടത് പറ്റൂല അല്ലേ. ഇനി ഇത് കിട്ടണമെങ്കിൽ 12 കിട്ടണമെങ്കിൽ എന്താ? 10ഉം 2ഉം നോക്കുക. 12 ഇൻറ്റു ചെയ്യല്ലേ. 10 × 12 അല്ലോ. പിന്നെ വേറെ ഏത് നമ്പർ പ്ലസ് ഇൻറ്റു ചെയ്താലാണ് 12 കിട്ടുക? 2 × 6 ഇപ്പോൾ പറഞ്ഞു. ഇനി 3 × 4 അല്ലേ. 3 × 4 12 ആണ് അല്ലേ. പക്ഷേ 3 × 4 12 ആണെങ്കിൽ 3 + 4 7 നമുക്ക് 13 കിട്ടണം. പറ്റൂല. അപ്പോൾ ഏതാ അവിടെ വരിക? 12 × 1 നോക്കി നോക്കൂ. 12 × 1 എത്രയാണ്? 12 ആണ് അല്ലേ. പിന്നെ 12 + 1 എത്രയാണ്? 13 കിട്ടിയില്ലേ. അപ്പോൾ നമ്മൾ ലെങ്ത് = എന്ത് കിട്ടുക? ലെങ്ത് = നമുക്ക് മൂന്നാമത്തതാണ്. ലെങ്ത് = length = 12, breadth = ഈ ലെങ്ത് പറഞ്ഞാൽ വിഡ്ത്താണ് കേട്ടോ. ബ്രെഡ്ത്ത് പറഞ്ഞാൽ ഹൈറ്റ് കേട്ടോ. ഈ ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ടീച്ചർ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പം ബ്രെഡ്ത്ത് = 1 അല്ലേ. അപ്പം ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 12 × 1 എത്ര? 12 എന്ന് കിട്ടി. ഇനി 12 + 1 13 അതും കിട്ടി അല്ലേ. 13 × 12 36. അപ്പോൾ പെരിമീറ്റർ കിട്ടിയില്ലേ. ഇനി നിങ്ങൾ എന്താക്കുക? നിങ്ങൾ സ്കെയിൽ എടുക്കുക, പെൻസിൽ എടുക്കുക. നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടിയോണ്ട് ഇനി എന്താക്കുക? ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് വരയ്ക്കുക. എത്ര? 12. സ്കെയിലിൽ 12 അളവ് എടുക്കുക കേട്ടോ. എന്നിട്ട് 12 എന്ന് ഇവിടെ എഴുതുക. 12 സെൻറ്റിമീറ്റർ എന്ന് എഴുതുക. ഇനി ബ്രെഡ്ത്ത് നിങ്ങൾ സ്കെയിൽ എടുത്തിട്ട് ബ്രെഡ്ത്ത് ഇങ്ങോട്ട് വരയ്ക്കുക 1ലേക്ക്. എന്നിട്ട് ഇവിടെ 1 സെൻറ്റിമീറ്റർ എന്ന് എഴുതുക കേട്ടോ. എന്നിട്ട് എന്താക്കുക? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും 1 എടുക്കുക. കറക്റ്റ് ആയിരിക്കണേ. അപ്പോൾ ഇവിടുന്ന് ജോയിൻ ചെയ്യുക 12. ഓക്കെ, അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിൾ വരച്ചു. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ നമുക്ക് കിട്ടിയല്ലോ. അടുത്തത് നോക്കൂ. നാലാമത്തതാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. നാലാമത്തെ അതേപോലെ തന്നെ എന്താണ് ഇത്? നാലാമത്താണ് ചെയ്യുന്നത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഏരിയ 5 സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഏരിയ = 5 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് എഴുതുക. നിങ്ങൾ എഴുതണം കേട്ടോ. ഏരിയ = 5 സ്ക്വയർ സെൻറ്റിമീറ്റർ, പെരിമീറ്റർ = 12 സെൻറ്റിമീറ്റർ തന്ന ആദ്യം എടുത്ത് എഴുതുക. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് എന്ത്? 5 അല്ലേ. ഇനി പെരിമീറ്റർ എന്താണ്? ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് × 2 ആണ് എന്ത്? ഈ
12 എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് കിട്ടണമെങ്കിൽ 12ന്റെ പകുതി 6 ആണ് അല്ലേ. അപ്പം നമുക്ക് എന്താണ് ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി പ്ലസ് ചെയ്തപ്പോൾ എന്താ കിട്ടി 6 എന്ന് കിട്ടി അല്ലേ. ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി ഇൻറ്റു ചെയ്തപ്പോൾ 5ഉം. അപ്പോൾ ആ നമ്പർ ഏതായിരിക്കും? ഒരു നമ്പർ നമ്മൾ ഇൻറ്റു ചെയ്തപ്പോൾ 5 എന്നും കിട്ടി. അതേ നമ്പർ തന്നെ നമ്മൾ പ്ലസ് ചെയ്തപ്പോൾ എന്താക്കി 12 എന്നും കിട്ടി. അതേത് നമ്പറാ? പ്ലസ് ചെയ്തപ്പോൾ 12ഉം ഇൻറ്റു ചെയ്തപ്പം 5 എന്നും കിട്ടി. അതേത് നമ്പറാ മക്കളെ? അല്ലേ 12 അല്ല, സോറി 6 അല്ലേ. ഇതിന്റെ പകുതി വേണ്ടേ 6? 6ഉം കിട്ടി അല്ലേ. അതേത് നമ്പറാ? 5. അപ്പോൾ എന്താണ് എങ്ങനെ ചെയ്യാ? ആ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് പറയുമ്പോൾ 5ഉം ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് പറയുമ്പോൾ എത്രയാണ്? 6ഉം. 12ന്റെ പകുതി ആക്കണം കേട്ടോ. അപ്പോൾ 6 അല്ലേ. അപ്പോൾ ഏതാ നമ്പർ? ഇൻറ്റു 5ഉം 1ഉം 1 × 5 5. 5 + 1 6 കിട്ടിയല്ലോ. അപ്പോൾ എന്താ ലെങ്ത് നമുക്ക് എന്താക്കാം 5 ആക്കി എഴുതാം. ബ്രെഡ്ത്ത് എന്ത് കിട്ടി? ബ്രെഡ്ത്ത് നമുക്ക് 1ഉം കിട്ടി അല്ലേ. സെന്റിമീറ്റർ എഴുതണം കേട്ടോ. ഇവിടെ CM എന്നൊക്കെ എഴുതുക കേട്ടോ. CM ഇവിടെയും CM എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ എന്താക്കാണ്? സ്കെയിൽ എടുക്കുക, പെൻസിൽ ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടി നമുക്ക് റെക്റ്റാങ്കിൾ വരച്ചൂടെ? ഓക്കെ, ഇനി നമുക്ക് എന്താക്കുക? 5 സെന്റിമീറ്റർ ലെങ്ത്ത് എടുത്തിട്ട് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ 5 സെന്റിമീറ്റർ എഴുതുക. ഇനി ബ്രെഡ്ത്ത് 1 സെന്റിമീറ്റർ അല്ലേ, 1 സെന്റിമീറ്റർ എടുത്ത് വരച്ചു. ഇനി എന്താക്കുക? ഇവിടുന്ന് നമ്മൾ 5 സെന്റിമീറ്ററിൽ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ഓക്കെ, 1 സെന്റിമീറ്റർ ഇങ്ങോട്ടേക്കും ജോയിൻ ചെയ്യാം. ഓക്കെ, ഇവിടെ 5 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ എഴുതുക. അപ്പോൾ റെക്റ്റാങ്കിൾ കിട്ടിയല്ലോ. ഓക്കെ, നെക്സ്റ്റ് 5th വൺ ആണ് കേട്ടോ. എന്താണ്? ഏരിയ = 8 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് എഴുതട്ടോ നിങ്ങൾ. ഏരിയ = AREA = 8 സ്ക്വയർ സെന്റിമീറ്റർ. ഓക്കെ, ഇനി പെരിമീറ്റർ = 12 സെന്റിമീറ്റർ എന്ന് എഴുതുക. ഓക്കെ, ഇനി പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി കൂട്ടിയതിനോട് 2 മൾട്ടിപ്ലൈ ചെയ്താണല്ലോ അല്ലേ. അപ്പൊ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് = എന്താക്കുക? ഈ 12ന്റെ പകുതി ആക്കുക അല്ലെ. അപ്പൊ 6 എന്ന് കിട്ടും. അപ്പൊ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ് കേട്ടോ. ഇനി ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ്? 8. അപ്പോൾ ഒരു നമ്പറിനോട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്താ 8ഉം കിട്ടി. അതേ നമ്പറിനോട് നമ്മൾ പ്ലസ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 6ഉം കിട്ടി. അത് ഏത് നമ്പർ ആയിരിക്കും? ഏത് നമ്പർ ആയിരിക്കും പറയാൻ പറ്റുമോ? ഒന്ന് ഗസ് ചെയ്ത് നോക്ക്. ഒരു നമ്പറിനോട് നമ്മൾ രണ്ട് നമ്പർ അല്ലേ, ആ 2 നമ്പറിനോട് മൾട്ടിപ്ലൈ ചെയ്തപ്പം 8ഉം അതേ നമ്പറിനെ നമ്മൾ പ്ലസ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 6ഉം കിട്ടി. അത് ഏതായിരിക്കും? യെസ്, 4 × 2 അല്ലേ. 4 × 2 8 അല്ലേ. പിന്നെ 4 + 2 എത്രയാണ്? 6. 6 എവിടുന്ന കിട്ടിയെന്നോ? പെരിമീറ്ററിന്റെ പകുതിയാക്കി. അതല്ലേ നമ്മൾ പറഞ്ഞത്. പെരിമീറ്റർ എങ്ങനെ കിട്ടുക? ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി കൂട്ടിയിട്ട് 2നോട് മൾട്ടിപ്ലൈ ചെയ്യല്ലേ പെരിമീറ്റർ കിട്ടുന്നത്. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി കൂട്ടിയത് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താക്കുക? പെരിമീറ്ററിനോട് പകുതിയാക്കുക അല്ലെ. അപ്പൊ 12ന്റെ പകുതി 6. ഓക്കെ, അപ്പൊ നമുക്ക് 4ഉം 6 അല്ലേ. 4 × 2 8 ആണ്. 4 + 2 6 ആണ് അല്ലേ. ഇനി നമുക്ക് എന്താക്കുക? ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് അളവ് കിട്ടിയല്ലോ. ലെങ്ത് എത്ര നമുക്ക് കിട്ടിയത്? ലെങ്ത് നമുക്ക് 4 സെന്റിമീറ്റർ എന്ന് കിട്ടി. ബ്രെഡ്ത്ത് എന്താണ്? ബ്രെഡ്ത്ത് നമുക്ക് 2ഉം കിട്ടി. 2 സെന്റിമീറ്റർ. 2 സെന്റിമീറ്റർ എന്നൊക്കെ എഴുതണേ. CM എന്നൊക്കെ എഴുതണേ. ടീച്ചർ ഇവിടെ എഴുതുമ്പോൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊളായി പോവുകയാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയണത് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ പറയുമ്പോൾ. CM ആണേ. ഓക്കെ, ഇനി എന്താക്കുക? നിങ്ങൾ സ്കെയിൽ എടുക്കുക, പെൻസിൽ ലെങ്ത്തും ബ്രെഡ്ത്ത് കിട്ടി നമുക്ക് റെക്റ്റാങ്കിൾ വരച്ചൂടെ? യെസ്, നമുക്ക് എന്താക്കുക? 4 സെന്റിമീറ്റർ അല്ലേ. അപ്പോൾ നമ്മൾ സ്കെയിലും പെൻസിലും എടുത്തിട്ട് 4 അളന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് 4 എടുക്കുക. അവിടെ 4 സെന്റിമീറ്റർ എഴുതുക. ഇനി ബ്രെഡ്ത്ത് എത്രയാ? 2 അല്ലേ. അപ്പോൾ 2 സെന്റിമീറ്റർ എടുക്കുക. 2 മേലോട്ടേക്ക് വരയ്ക്കുക. ഓക്കെ, അവിടെ 2 എന്ന് എഴുതി. ഇനി എന്താക്കുക? ഇങ്ങോട്ടേക്ക് ഈ അളവ് തന്നെ ആയിരിക്കും ഈ മുകളിലത്തെ അളവ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 4 സെന്റിമീറ്റർ എടുക്കുക. ഓക്കെ, ഇനി ഈ അളവ് തന്നെ ഇക്കുമ്പടി കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ എന്താ? 2 സെന്റിമീറ്റർ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ റെക്റ്റാങ്കിൾ കേട്ടോ. ഓക്കെ, അടുത്ത നോക്ക്. ലാസ്റ്റ് വൺ ആണ് കേട്ടോ. 6th വൺ ആണ്. എന്താണ്? 9 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഏരിയ. അപ്പോൾ ഏരിയ = 9 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് എഴുതുക. പിന്നെന്താണ്? പെരിമീറ്റർ = 12 സെന്റിമീറ്റർ. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ. 2 സൈഡുകൾ തമ്മിൽ ഇൻറ്റു ചെയ്തതാണ് എന്ത്? ഏരിയ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇതിനോട് ഇൻറ്റു ചെയ്തപ്പോൾ 2 സൈഡ് ഇൻറ്റു ചെയ്തപ്പോൾ 9 കിട്ടി. പിന്നെ എന്താണ് നമ്മളിവിടെ ചെയ്യണമെന്ന് നോക്ക്? പെരിമീറ്റർ എന്താണ്? ഈ തന്നിരിക്കുന്നതിന്റെ പകുതി ആക്കുക അല്ലെ. അപ്പൊ 6 അല്ലെ.
അപ്പോൾ 6 12ന്റെ പകുതി എത്രയാണ് 6 അല്ലേ. 12 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് വെക്കുക. പകുതിയാക്കാന്ന് പറഞ്ഞാൽ എത്രയാ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക കേട്ടോ. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ 6 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കി ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി കൂട്ടിയാൽ 6ഉം കിട്ടും. ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് രണ്ടും കൂടി ഇൻറ്റു ചെയ്താൽ എന്ത് കിട്ടും 9ഉം കിട്ടും. ആ ഏത് നമ്പറാണ് ഒരു നമ്പറിനോട് നമ്മൾ 2 നമ്പർ എടുക്കുക. 2 നമ്പറിനോട് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് 9 കിട്ടി. അതേ നമ്പറിനോട് പ്ലസ് ചെയ്തപ്പോൾ എന്താ 6ഉം കിട്ടി. ആ ഏത് നമ്പറാ 3 × 3 9 3 + 3 എന്താ 6 കിട്ടി. അപ്പോൾ എന്താണ് നമുക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു എന്താ പറയുക ലാസ്റ്റത്താണ് 6 ലെങ്ത് ഈസ് ഈക്വൽ ടു എത്രയാ 3 അല്ലേ. ലെങ്ത് ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. ബ്രെഡ്ത്തും എന്താണ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ 3 × 3 9ഉം 3 + 3 എത്രയാണ് 6 ആണ് അല്ലേ. ഇനി നിങ്ങൾ എന്താക്കുക സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് എന്താക്കുക ലെങ്ത്ത് 3 സെൻറ്റിമീറ്റർ അല്ലേ. ലെങ്ത്ത് 3 സെൻറ്റിമീറ്റർ വരയ്ക്കുക. എന്നിട്ട് 3 സെൻറ്റിമീറ്റർ ഇവിടെ എഴുതുക. പിന്നെന്താണ് സ്കെയിൽ എടുത്തിട്ട് ബ്രെഡ്ത്തും 3 സെൻറ്റിമീറ്റർ തന്നെ വരയ്ക്കുക അല്ലേ. ബ്രെഡ്ത്തും 3 സെൻറ്റിമീറ്റർ സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കണേ. അത് 3 സെൻറ്റിമീറ്റർ എഴുതുക. ഓക്കെ. ഇനി എന്താ അങ്ങോട്ടേക്ക് നമ്മൾ അതേപോലെ തന്നെ 3 സെൻറ്റിമീറ്റർ എടുക്കുക. ഇവിടെയും 3. ഓക്കെ. ഇങ്ങോട്ടേക്കും എന്താണ് 3 സെൻറ്റിമീറ്റർ കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിൾ കിട്ടിയിട്ടോ. 3ഉം 3 ആയതുകൊണ്ട് സ്ക്വയർ ആണല്ലേ. എല്ലാ സൈഡും ഈക്വൽ ആണെങ്കിൽ എന്താണ് സ്ക്വയർ എന്ന് പറയും അല്ലേ. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഭാഗം ടീച്ചർ എന്താക്കുക അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. താങ്ക് യു.